Hello everyone, welcome to Sia the Fabric Store. So നമ്മൾ ഇന്ന് ഈ വീക്കിലെ നമ്മുടെ പുതിയ ഡിസൈനർ കളക്ഷൻസ് ആണ് കാണുന്നത്. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം പാറ്റേൺ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നമുക്ക് സിമിലർ ആയിട്ടുള്ള പാറ്റേൺസ് മറ്റ് ഫാബ്രിക്സിലൊക്കെ സ്റ്റിച്ച് ചെയ്യാം, അല്ലെങ്കിൽ ഇതും നമുക്ക് സെയിലിന് വേണ്ടിയിട്ട് അവൈലബിൾ ആയിരിക്കും. സോ ഫസ്റ്റ് വൺ നമ്മളൊരു ബ്ലാക്ക് ജോർജറ്റിലാണ് ചെയ്തിട്ടുള്ളത്. സിമ്പിൾ പാറ്റേൺ ആണ്, സ്ലിറ്റഡ് ടോപ്പ് ആൻഡ് അതിന് സെന്ററിൽ നമ്മൾ ഇതുപോലെ ഒരു പ്രിന്റഡ് കോട്ടന്റെ പാനൽ കൊടുത്തിട്ടുണ്ട്. സോ ഇതാണ് ഇതിന്റെ ടോട്ടൽ ലുക്ക് വരിക. ബാക്കിൽ പ്ലെയിൻ ജോർജറ്റ് തന്നെ ആൻഡ് ഫ്രണ്ടിൽ ഇതുപോലെ ഒരു സെന്റർ പാനലിൽ പ്രിന്റഡ് കോട്ടൺ ഫാബ്രിക്. സോ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഔട്ട്ഫിറ്റ് വരുന്നത്. നെക്സ്റ്റ് വൺ വരുന്നത് സിമിലർ ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ്, പക്ഷെ നമ്മൾ ഇത്തവണ ഒരു എ ലൈൻ ആണ് കട്ടിങ് കൊടുത്തിട്ടുള്ളത്. ആൻഡ് ഫാബ്രിക് വരുന്നത് സെമി സിൽക്ക്, വിചിത്ര സിൽക്ക് ആണ്. ഇതിന്റെ സ്ലീവ്സിലും അതുപോലെ തന്നെ സെന്റർ പാനലിലും നമ്മൾ ആ ഒരു പ്രിന്റഡ് ആയിട്ടുള്ള വീവ്ഡ് ആയിട്ടുള്ള പാറ്റേൺ ആണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ബാക്ക് പ്ലെയിൻ വരും. ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫാബ്രിക് ആൻഡ് കളർ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ ജസ്റ്റ് പാറ്റേൺസിന്റെ ഒരു അപ്ഡേഷൻ ആണ് തരുന്നത്. നെക്സ്റ്റ് പീസ് വരുന്നത് പ്രിൻസസ് കട്ടിങ്ങിൽ വരുന്ന ഒരു എ ലൈൻ കുർത്തിയാണ്. സോ ഇതിന്റെ രണ്ട് സൈഡ് പാനൽസിലും നമ്മൾ ഒരു ഡിഫറെന്റ് പ്രിന്റും സെന്റർ പാനലിലേക്കും സ്ലീവിലേക്കും മറ്റൊരു പ്രിന്റാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഒരു ബോർഡർ പാറ്റേൺ കൊടുത്തിട്ടുണ്ട് സ്ലീവിൽ, അതുപോലെ തന്നെ ഒരു ലൂപ്പ് ആൻഡ് ഡോറി പാറ്റേൺ ആണ് നമ്മൾ ഹൈലൈറ്റ് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. അത് സ്ലീവിലും അതുപോലെ തന്നെ നെക്കിലും ആ സെയിം പാറ്റേൺ തന്നെ യൂസ് ചെയ്തിട്ടുണ്ട്. ബാക്കിലും അതുപോലെ പാനൽ കട്ടാണ് കൊടുത്തിട്ടുള്ളത്. രണ്ട് ഡിഫറെന്റ് ഫാബ്രിക്സ് യൂസ് ചെയ്തിട്ടുള്ള ഒരു കൈൻഡ് ഓഫ് പാറ്റേൺ ആണ് ഫ്രണ്ട് ആൻഡ് ബാക്ക് യൂസ് ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് നമ്മുടെ ഡിസൈനർ കളക്ഷനിൽ വരുന്ന ഒരു പ്രീമിയം ഫാബ്രിക് ഔട്ട്ഫിറ്റ് ആണ്. സോ ഇതൊരു ഡബിൾ ഷെയ്ഡഡ് ലൂറക്സ് ഫാബ്രിക്കിലാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇത് ഡൈഡ് ആയിട്ടുള്ള ഒരു ഔട്ട്ഫിറ്റ് ആണ്. സോ നമുക്ക് ഇഷ്ടമുള്ള കളർ ഷെയ്ഡിലേക്ക് ഈ സെയിം കോൺസെപ്റ്റ് ട്രൈ ഔട്ട് ചെയ്യാം. നമ്മൾ യോക്കിൽ കൊടുത്തിട്ടുള്ളത് ഒരു ഷോർട്ട് യോക്ക്, അതിനകത്ത് ഫുള്ളി എംബ്രോയിഡേർഡ് ആയിട്ടുള്ള ഒരു ഫാബ്രിക് യൂസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് താഴത്തേക്ക് ലൂറക്സ് ഫാബ്രിക് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ബാക്ക് സൈഡിലും അതേപോലെ തന്നെ ഡബിൾ ടോൺഡ് ആയിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ആൻഡ് സ്ലീവ്സിൽ സിംഗിൾ ടോൺ വിത്ത് ഒരു ബോർഡർ. സോ ഇങ്ങനെയാണ് നമ്മുടെ ടോട്ടൽ ലുക്ക് വരിക. ഇത് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള കളർ ടോൺ ആൻഡ് പാറ്റേണിൽ സെറ്റ് ചെയ്യാൻ പറ്റും. അടുത്തത് നമ്മൾ ഒരു ബോക്സ് പ്ലീറ്റ്സ് കോൺസെപ്റ്റ് ആണ് എ ലൈൻ പാറ്റേണിൽ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇതിന്റെ ഒരു പ്രത്യേകത ഇതുപോലത്തെ ഒരു ഡിസൈനർ യോക്ക് ആണ്. അത് നമ്മൾ മുകളിൽ വെച്ചിട്ടാണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഇതുപോലത്തെ ബോക്സ് പ്ലീറ്റ്സ് സ്ലീവ്സിൽ നമ്മൾ അത് ബോർഡർ തന്നെ യൂസ് ചെയ്തിട്ടുണ്ട്. ഇതൊരു നല്ല ട്രെൻഡിങ് പാറ്റേൺ ആണ്. നമുക്കിത് ഫ്രോക്ക് ആയിട്ടും അല്ലെങ്കിൽ ഒരു കുർത്ത ടോപ്പായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് പാറ്റേൺ വരുന്നത് ഒരു പ്ലെയിൻ ജോർജറ്റിൽ നമ്മൾ ഒരു അങ്ക്രക്ക മോഡലിലാണ് ഇത്തവണ യോക്ക് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഒരു ഡിസൈനർ ഫാബ്രിക് നമ്മളിത് ഇതുപോലത്തെ ഒരു സൈഡിൽ ജോയിന്റ് കൊടുത്തിട്ടുള്ള ഒരു പാറ്റേൺ സെറ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ആ സൈഡിലെ സ്ലീവ്സിൽ നമ്മൾ ആ ഫാബ്രിക്കും ഓപ്പോസിറ്റ് സൈഡിലെ സ്ലീവിന് നമ്മൾ പ്ലെയിൻ ജോർജറ്റുമാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ബാക്ക് സൈഡിൽ പ്ലെയിൻ ജോർജറ്റ് തന്നെ ആയിരിക്കും. സോ ഇതാണ് നമ്മുടെ നെക്സ്റ്റ് പാറ്റേൺ. ആൻഡ് ലാസ്റ്റ് വൺ ഫുള്ളി ഗ്യാതേർഡ് ആയിട്ടുള്ള ഒരു ആലിയ കട്ട് പാറ്റേൺ ആണ്. വെരി ക്ലാസി ആയിട്ടുള്ള ഒരു ലുക്കാണ്. ഇതിന്റെ സ്ലീവ്സിൽ നമ്മൾ യോക്കിലേക്ക് പ്ലെയിൻ ഫാബ്രിക് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇതിന്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിന്റെ താഴെ കൊടുത്തിട്ടുള്ള ഈ ഒരു ആപ്ലിക്ഡ് ആയിട്ടുള്ള ഹാൻഡ് വർക്ക് ആണ്. ക്ലോസർ വ്യൂവിൽ നിങ്ങൾക്ക് കാണാം, നല്ല ഫിനിഷ്ഡ് ആയിട്ടുള്ള ഒരു ഫ്ലവർ പാറ്റേൺ ആണ് ആപ്ലിക്കിൽ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. സോ ഇതായിരിക്കും താഴത്തെ പോർഷനിൽ വരുന്നത്. ആ സെയിം വർക്ക് തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ലീവ്സിലേക്കോ അല്ലെങ്കിൽ യോക്കിലേക്കോ ഷോൾഡറിലേക്കൊക്കെ ആഡ് ചെയ്യാൻ പറ്റുന്നതാണ്. സോ അതെല്ലാം നമുക്ക് നമ്മുടെ താഴെയുള്ള വാട്സ്ആപ്പ് നമ്പറിൽ ഡിസൈനേഴ്സുമായിട്ട് സംസാരിച്ച് സെറ്റ് ചെയ്യാവുന്നതാണ്. സോ ഇതാണ് നമ്മൾ ഈ വീക്കിൽ അപ്ഡേറ്റ് ചെയ്യുന്ന പുതിയ പാറ്റേൺസ്. ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ഡയറക്റ്റ് പർച്ചേസ് ചെയ്യാം. അതല്ലെന്നുണ്ടെങ്കിൽ സെയിം പാറ്റേൺ തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാനും പറ്റും. താങ്ക് യു സോ മച്ച്.